മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഐസ്ഡ് കൊക്കോയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. തണുത്ത പാലായാലും കുഴപ്പമില്ല, ചൂട് പാല് ചേർക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇത് കട്ട പിടിച്ചു പോവും. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്താക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഈ ഒരു പാനിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാല് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡറിൻ്റെ കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നതിന് മുന്നേ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഉടൻ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ടിയായി കിട്ടും. എല്ലാം നന്നായിട്ട് പാലിലൊന്ന് മിക്സായ ശേഷം ഇതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ടിന് പകരമായിട്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് പാല് തിളച്ച് വരണം. ഒട്ടും തന്നെ കട്ട പിടിക്കാതിരിക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ചോക്ലേറ്റ് എല്ലാം നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ കുറച്ചൊന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാവും, ഒരുപാട് കട്ടിയാവണ്ട. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലപോലെ തണുത്ത് കിട്ടുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് അടിച്ചെടുക്കാം. കോഫിയുടെ ആ ഒരു മിക്സ് നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഐസ് ക്യൂബ്സ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കണം. ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കട്ടിയേ ഉണ്ടാവുള്ളൂ, എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മളെ ചായയൊക്കെ ആറ്റിയെടുക്കും പോലെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ഡ് കൊക്കോ റെഡി ആയിട്ടുണ്ട്. ഐസ് ചേർത്താണ് ഇത് കുടിക്കേണ്ടത്, അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അതുപോലെ ഐസ് അരച്ച് തന്നെ ചേർക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. കുട്ടികൾക്ക് ചോക്ലേറ്റ് ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.